ഏതൊരു വ്യക്തിയുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഒരു നല്ലൊരു ലൈഫ് പാർട്ട്ണർ കിട്ടുക എന്ന് പറയുന്നത്. കാരണം ഒരു 10, 20, 25 വയസ്സ് വരെ നമ്മൾ ഈ പഠിത്തവും കാര്യങ്ങളും ഒരു പേരൻസിൻ്റെ കൂടെയും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചെന്ന് പറഞ്ഞാലും ഭൂരിഭാഗം സമയം ജീവിച്ചു തീർക്കുക എന്ന് പറയുന്നത് അതും ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെ കൂടെ. ആ ഫ്രണ്ട് എന്ന് പറയുന്നത് അതൊരു ലൈഫ് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ, അത് ഭാര്യയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. കാരണം ഭൂരിഭാഗം ആളുകളിലും ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതം മാറുകയാണ്, അവരുടെ സന്തോഷം നിലയ്ക്കുകയാണ്. പിന്നെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, മക്കളുണ്ടായി അതിന് വേണ്ടിയിട്ട്, ഇനി മക്കൾ വളർന്ന് വലുതാകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിതം ത്യജിച്ച് പോവുകയാണ്. അവരൊക്കെ വലിയ രീതിയിൽ രാജകുമാരികളായിട്ടും രാജകുമാരന്മാരായിട്ടും ജീവിച്ചിരുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ പലപ്പോഴും പലതിൻ്റെ ത്യാഗം ചെയ്ത് ജീവിച്ച് നല്ല പ്രായം മൊത്തം ഇങ്ങനെ ടെൻഷൻ അടിച്ച് പലവരെയും നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ത്രീ, ഒരു ഭാര്യ സന്തോഷത്തോടെ ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഭർത്താവിനാണ്. ഒരു ഭർത്താവ് സന്തോഷത്തോടെ ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഭാര്യയ്ക്കാണ്. ഇനിയിപ്പോൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും പലതും കാണും. എന്നാൽ ഒരു 80% ആളുകളുടെ കാര്യത്തിൽ കുടുംബജീവിതത്തിൽ ലൈഫ് പാർട്ട്ണർ നല്ല ഒരാളെ കിട്ടുവാണെങ്കിൽ അത് ഭാഗ്യം തന്നെയാണ്. നമുക്കങ്ങനെ അനലൈസ് ചെയ്ത് എക്സാമിൻ ചെയ്ത് അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര പേരുണ്ടെങ്കിലും, പെരുമയുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ജോലി കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, വീട്ടിൽ സമാധാനം സ്വസ്ഥത ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ഈ കാരണം കൊണ്ട് തന്നെ ചിലപ്പം ഈ ഈ ഈ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വരെയുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ഏറെ ചിന്തനീയമായ ഒരു വിഷയം, ഇതിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നത് ഇതൊരു സമസ്യയാണ്, അതൊരു പ്രശ്നമാണ്. അപ്പോൾ വിവാഹം എന്നത് അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയൊക്കെ മാറി വിവാഹത്തോടുകൂടി വിവാഹാനന്തരമുള്ളൊരു ജീവിതം ഒരു നരകജീവിതമായി മാറുന്നു. ആ നരകജീവിതത്തിൻ്റെ, ആ വിവാഹ ജീവിതത്തിൻ്റെ അനുബന്ധമായി അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒന്നുകിൽ അവരുടെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ള മറ്റുള്ള ആളുകളും, അവരൊക്കെ രണ്ടാളുകൾ പരസ്പരം ഒന്നിച്ചതിൻ്റെ പേരിലുള്ള ദുരന്തങ്ങൾ അവരനുഭവിക്കുന്നു. അപ്പോൾ വിവാഹം വലിയൊരു പ്രശ്നമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ ചിന്തിക്കുന്നു, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു വിവാഹം തന്നെ വേണ്ട. ഈ ഒരു പുതിയ ചിന്തകളിലൂടെ പുതിയ തലമുറ കടന്നു പോകുന്നു. അപ്പോൾ സത്യത്തിൽ നേരത്തെ ആ ഒരു ക്ലിപ്പിൽ നമ്മൾ കേട്ടതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ഉണ്ട്. ലൈഫിൽ നമുക്കൊരു പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് അല്ലേ, അസ്വാജൻ എന്നതാണ്. അപ്പോൾ ഇണകളാവുക, ഇണയും തുണയുമാവുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരിക്ക് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഘട്ടങ്ങളാണ്. ബാല്യം അല്ലേ, ശൈശവം, ബാല്യം, യൗവനം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ളൊരു കാര്യമാണ്. ആ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണയും തുണയുമായിട്ട് പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ട ഒരു കുടുംബം സംവിധാനം, അങ്ങനെ നിർവഹിച്ചു പോകേണ്ട ഒരു വലിയ ദൗത്യമാണ് മനുഷ്യൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയാതെ അതുവരെ വന്ന അവസ്ഥകളൊക്കെ വിവാഹ ജീവിതത്തോടു കൂടി എല്ലാം തകർന്ന് ചിലവർ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഇഷ്ടം പോലെ കേസുകൾ വരുന്നു. സത്യത്തിൽ എവിടെയാണ് പ്രശ്നം? ആ പ്രശ്നം എന്ത് എന്ന് മനസ്സിലാക്കാതെ മനുഷ്യന്മാരെന്ത് ചെയ്യാണ്, നേരെ വിവാഹം എന്നത് തന്നെ ഒരു വലിയ ദുരന്തമായതുകൊണ്ട് വിവാഹം എന്ന് തന്നെ പറ്റൂല മനുഷ്യൻ, അതിൻ്റെ ആവശ്യമില്ല. പണ്ട് പറഞ്ഞ പാട്ടിലുള്ളതുപോലെ പറവകൾക്കൊന്നും അതില്ലല്ലോ, അതുപോലെ അങ്ങനെ പാറി നടന്നാൽ മതി, വിവാഹത്തിൻ്റെ ആവശ്യമില്ല എന്ന്. അവിടെ പ്രശ്നം സംഭവിക്കുന്നത് ആരെ വിവാഹം കഴിക്കുന്നു, വിവാഹത്തിൻ്റെ ലക്ഷ്യമെന്ത്, വിവാഹത്തിന് തിരഞ്ഞെടുക്കേണ്ടത് ആരെ, പരസ്പരമുള്ള യോജിപ്പ് എങ്ങനെ ഉണ്ടാവും. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയാണ്, ശരിക്കും വിശ്വാസിയാണെങ്കിൽ അവൻ്റെ വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി തീരണമെങ്കിൽ അള്ളാഹു റസൂൽ പറഞ്ഞതിൻ്റെ കണ്ടീഷൻ പാലിക്കാൻ പറ്റണം. ആ വഴികളെല്ലാം റോങ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ദുരന്ത ഫലം അവരനുഭവിക്കേണ്ടി വരും. അതാണ് അനുഭവിക്കുന്നത്. അതിന് വിവാഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളെ ലൈഫിൽ പിന്നെ സ്വാഭാവികമായിട്ടൊരു കാര്യം, 100% ചില മനുഷ്യൻ്റെ ചില സങ്കല്പങ്ങളാണ്. 100% വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100% സക്സസ്, എല്ലാ അർത്ഥത്തിലും എനിക്ക് ആനന്ദം കിട്ടുന്ന, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും
ഞാൻ വിചാരിച്ച പോലെ തന്നെ പോകുന്നു. അത് ജീവിതത്തിൽ എവിടെയില്ല, വിവാഹ ജീവിതം മാത്രമല്ല പൊതുവെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുമില്ല. അപ്പോൾ അവിടെ എങ്ങനെ ജീവിക്കണം എന്ന പാഠം, ഈ പാഠങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ജീവിതമാണ്. ആ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിച്ചെന്ന് റസൂൽ പറഞ്ഞു. വിവാഹം കഴിക്കൂല എന്ന് പറഞ്ഞ ആളോട് ആ കഴിച്ചിട്ട് സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ധർമ്മം നിർവഹിക്കേണ്ടതെന്ന് റസൂൽ പഠിപ്പിച്ചു തന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ ഉൾക്കൊള്ളണം, ഇങ്ങനെയൊക്കെ പെരുമാറണം, അഡ്ജസ്റ്റ് ചെയ്യണം, അതാണ് ലൈഫ്, അവിടെയാണ് ആനന്ദമുള്ളത്. ഇത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നിടത്താണ് പ്രശ്നം. ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒന്നാണല്ലോ. ആ സമാധാനം എന്തുകൊണ്ടില്ല എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തലാണ് നമ്മൾ വേണ്ടത്. ആ മവദ്ദത്തും റഹ്മത്തും നഷ്ടപ്പെടുന്നൊരവസ്ഥ. മവദ്ദത്ത് കുറച്ച് കാലം ഉണ്ടാവും, പിന്നെ റഹ്മത്തില്ലാതെ പോകുന്നു. ഇതൊരു ബാധ്യതയായി മാറുന്നു. എല്ലാത്തിൻ്റെയും കാരണം കിട്ടുക അല്ലാഹ് റസൂൽ പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊന്നും പാലിക്കാതെ ജീവിച്ചത് കൊണ്ടുണ്ടായ സംഭവമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കി പത്രം അതായിരിക്കും. തിരിഞ്ഞു നോക്കും, ഒന്ന് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്നതിന് ഉത്തരം അവന് അറിയില്ലായിരുന്നു. തോന്നിയതുപോലെ ജീവിച്ചു. തിരഞ്ഞെടുക്കേണ്ടത് ആരെ, പരസ്പരം എങ്ങനെ, എന്ത്, ഇതൊന്നും ഒരു കമ്പനി എന്ത് ചെയ്തു, നമുക്കൊരു ഫോണാവട്ടെ, എന്തൊരു ഉപകാരം അതുണ്ടാക്കിയാൽ അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതിന് റോങ്ങായ രൂപത്തിലൂടെ അത് പ്രവർത്തിപ്പിക്കുമ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. ഇത്രയേ ഉള്ളൂ ജീവിതത്തിലും എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നു. ആ പാഠത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ, പലപ്പോഴും ഒട്ടുമില്ലാതെ വരുന്ന ആളുകളാണ്. മറ്റുള്ള സമുദായത്തിലുള്ള ആളുകളാവട്ടെ, അവരുടേതായ രൂപത്തിൽ അവർ പോകുന്നുണ്ടാവും. പിന്നെ ചില ആൾക്കാർ അതിൽ എന്നാൽ മറ്റുള്ള രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ വളരെ സന്തോഷത്തോടെ പോകുന്നില്ലേ, അതുണ്ടാവാം. അതെന്തായിരിക്കും, അവരുടെ ലൈഫിൽ അവർക്ക് സ്വമേധയാ ഉള്ള ചില സ്വഭാവ ഗുണങ്ങളുണ്ടാവും. അത് മനുഷ്യനല്ല കൊടുത്തിട്ടുള്ളതാണ്. അത് ഫിത്രത്താണ്. അത് വിശ്വാസി അവിശ്വാസി എന്ന വേർതിരിവ് അല്ല കൊടുത്തിട്ടില്ല. ആ ഫിത്രത്തിന് പറ്റിയ രൂപത്തിൽ അവർ പരസ്പരം കുടുംബത്തിൽ അവർക്കത് പാലിച്ചു പോകാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഒടുങ്ങിപ്പോവേണ്ടതല്ല അവൻ്റെ ജീവിതം. വിവാഹം കഴിക്കണതിന് മക്കൾ, കുടുംബം, അതിലുള്ള ക്ഷമ, സഹനം, ഇങ്ങനെയുള്ള മനോഹരമായ ഒരു സംവിധാനം മരണപ്പെട്ടതിൻ്റെ ശേഷം തിരിച്ച് ഈ ചക്രം കറങ്ങി അതിലേക്ക് തന്നെ ചെന്ന് ചേരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ചെന്ന് ചേരാൻ കഴിയുന്നുണ്ട്. എനിക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ വീണ്ടും ചെല്ലാൻ കഴിയുന്നു. മക്കളുടെ കൂടെ വീണ്ടും കൂടാൻ കഴിയുന്ന അനശ്വരമായ ലോകം, അത് വിശ്വാസിയുടെ മുമ്പിലേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്താണ്, അത്രമേൽ പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും മരണപ്പെട്ടതോടുകൂടി പിന്നെ വിഷാദമാണ്. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ തന്നെ, ഏത് വിശ്വാസി അല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വളരെ വലിയൊരു പ്രതീക്ഷയാണുള്ളത്. അതനുസരിച്ച് ജീവിച്ചു പോകുമ്പോൾ പലപ്പോഴും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് വിവാഹം എന്നുള്ളത് ഇബാദത്തായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വിവാഹത്തിൻ്റെ ഒരു തുടക്കഘട്ടം മുതൽ അതിൽ റസൂലും അള്ളാഹുവും എന്തൊക്കെ നിരോധിച്ചിട്ടുണ്ടോ അതിൽ തുടങ്ങും. അതിൽ തുടങ്ങി അങ്ങനെ പോയി ഇനി നിക്കാഹിൻ്റെ അന്നാണെങ്കിലും കല്യാണത്തിൻ്റെ അന്നാണെങ്കിലും റഹ്മത്ത് ഇറങ്ങേണ്ട സമയങ്ങളിൽ, ആ സമയങ്ങളിലെല്ലാം റഹ്മത്തിൻ്റെ മലക്കുകൾ തിരിച്ചയക്കുന്ന എല്ലാ പണിയും എടുത്തുകൊണ്ട് ആർഭാടവും അതുപോലെ തന്നെ നിഷിദ്ധങ്ങളും എല്ലാം കലങ്ങിക്കൊണ്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് അവസാനം വിലപിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പലപ്പോഴും ഈ വൈവാഹിക ജീവിതം വേണ്ട എന്ന് വെക്കുന്നവർ, വിവാഹം വേണ്ട എന്ന് പറയുന്ന പുതുതലമുറ പലപ്പോഴും കാണുന്നത് ഏതെങ്കിലും 1-2 ആളുകളുടെ ജീവിതമായിരിക്കും. ചിലപ്പോൾ വീട്ടിലെ ജീവിതമായിരിക്കും, ഉമ്മയും ഉപ്പയും ചിലപ്പോൾ നല്ലപോലെയുള്ള ജീവിതമായിരിക്കും. അതല്ലെങ്കിൽ പരിചയത്തിലുള്ള 1-2 ആളുകൾ പറഞ്ഞതോ കണ്ടതോ ആയിരിക്കാം. അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ 2-3 ആളുകളുടെ പോസ്റ്റുകളായിരിക്കാം, അവരുടെ കുറിപ്പുകളായിരിക്കാം, അവരുടെ എഴുത്തുകളായിരിക്കാം. ചുരുങ്ങിയ ഈ ആളുകൾ മാത്രമല്ലല്ലോ ഇവിടെ ജീവിക്കുന്നത്. മനോഹരമായി ജീവിക്കുന്ന കുറേ ആളുകളെയും നമുക്ക് ചുറ്റും, നമുക്ക് ഭൂരിപക്ഷം അവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുകൂടി ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ കാണേണ്ടതുണ്ട്, അങ്ങോട്ട് കണ്ണുകൾ തുറക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഈ അക്കരപ്പച്ച തേടുന്ന അവസ്ഥയാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുള്ളത്. വിവാഹ ജീവിതത്തിൽ പരാജയപ്പെടുന്ന, ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ ഇരുന്നു നല്ലത്, ഞാൻ അങ്ങനെയല്ല പ്രതീക്ഷിച്ചത്, അങ്ങനെ കുറേ ആളുകൾ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തലമുറ കടന്നു വരുന്നു. പരസ്പരം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. അവനവൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്നു. പിന്നെ എല്ലാറ്റിൻ്റെയും ഒരു ആരംഭശൂരത്വം കഴിഞ്ഞാൽ പിന്നെ ഒരു തരം ശൂന്യത അനുഭവപ്പെടുന്നു.
അപ്പോൾ ഇത് ആരംഭശൂരത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നതല്ല, മറിച്ച് ഇത് ലൈഫ് എൻ്റെ വരെ അതിനൊരു കാഴ്ചപ്പാട്, ഒരു കൃത്യമായൊരു ചിത്രമുണ്ട്. ആ ചിത്രം ഒന്ന് മനസ്സിലാക്കാതെ ലൈഫിലേക്ക് പ്രവേശിക്കുക. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ആ ഒരു ക്ലിപ്പ് നമുക്ക് ഇത് അനുബന്ധമായി ഇത്ര കാര്യങ്ങൾ ചേർത്ത്, ബാക്കി നമുക്ക് സമകാലിക സംഭവങ്ങളുമായി ചേർത്ത് വെച്ച് ഇസ്ലാം പഠിപ്പിച്ച പാർട്ട്ണർ എന്താണ്, ആ പാർട്ട്ണർഷിപ്പിലൂടെ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഇസ്ലാം പറയുമ്പം അവിടെ ശരിക്കും ആ പദം തന്നെ സിവാജ് അല്ലേ, അതിന് വേറൊരു ചുയിങ്കം എന്നിങ്ങനെയാണോ വായിലിട്ട ചവച്ചരയ്ക്കുന്നത് എന്നതുപോലെ അതിനെ പരസ്പരം ഒന്നായിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുകൊണ്ട് ചേർന്ന് സുഖദുഃഖങ്ങൾ സമ്മിശ്രമായി ജീവിതത്തെ അറിഞ്ഞും അനുഭവിച്ചും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. വിട്ടുവീഴ്ചകൾ വേണ്ടി വരും, ചിലതൊക്കെ അംഗീകരിക്കേണ്ടി വരും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുന്നു, ആൺ പെൺ വ്യത്യാസങ്ങൾ തിരിച്ചറിയുന്നു, ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുന്നു, ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുന്നു, പോരായ്മകൾ പരിഹരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ലൈഫിലൂടെയാണ് അതിന് ഏറ്റവും നല്ല മാർഗം റസൂലിൻ്റെ ജീവിതം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. മനോഹരമായ ജീവിതമാണ് ആയിഷ റളിയല്ലാഹു അൻഹയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു തീർത്തത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ ക്ഷമിച്ചതും പ്രവാചകനോടൊപ്പം കളിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ജീവിച്ചതും എല്ലാം ഹദീസുകളിൽ മനോഹരമായി കോറിയിട്ടത് നമുക്ക് കാണാൻ സാധിക്കും.